അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം അത് നൈമിഷികമാണ്. എന്നാൽ ഈ ജീവിതം ഒരു വലിയ ആഘോഷമായി കൊണ്ടാടുന്നവരാണ് നമ്മളിൽ പലരും. കല്യാണ വീടുകളിലും റെസ്റ്റോറന്റുകളിലും വിനോദയാത്രകളിലും പുത്തൻ ഫാഷനുകൾ പരീക്ഷിക്കാനും അന്യ പുരുഷന്മാരുടെ കണ്ണുകളെ ആകർഷിക്കുന്ന വസ്ത്രങ്ങൾ അണിയാനും നമുക്ക് വലിയ ആവേശമാണ്. അവിടെയൊന്നും അള്ളാഹുവിന്റെ കൽപ്പനകളോ ഹിജാബിന്റെ അന്തസ്സോ നമ്മൾ ഓർക്കാറില്ല. പള്ളിയിൽ കയറുമ്പോഴോ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴോ മാത്രം പേരിന് തിരഞ്ഞുപിടിച്ച് അണിയുന്ന ഒന്നായി ഇന്ന് പലർക്കും ഹിജാബ് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി, ഒരു നിമിഷം നാം ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് രണ്ട് സൃഷ്ടാവുണ്ടോ? പള്ളിക്കുള്ളിൽ നമ്മെ നിരീക്ഷിക്കുന്ന ഒരു സൃഷ്ടാവും പള്ളിക്ക് പുറത്ത് നമുക്ക് വേറൊരു സൃഷ്ടാവും ഇങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? പള്ളിക്കുള്ളിൽ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അതേ അള്ളാഹു തന്നെയല്ലേ റെസ്റ്റോറന്റിലും വിവാഹപ്പന്തലിലും ആഘോഷവേളകളിലും ടൂർ പോകുന്ന മലനിരകളിലും പാർക്കിലും ബീച്ചിലും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പള്ളിയുടെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നവനല്ല അള്ളാഹു എന്ന് നാം മനസ്സിലാക്കണം. അവന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരിടവുമില്ല. അള്ളാഹു ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്. നാം ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. അലം യഅലം ബി അന്നല്ലാഹ യറാ. സൂറത്തുൽ അലഖ്. അള്ളാഹു കാണുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ലേ? നീ ഇന്ന് അത്യധികം ആവേശത്തോടെ അണിയുന്ന നിന്റെ ശരീര വടിവുകൾ പ്രകടമാക്കുന്ന ആ ജീൻസും ടീഷർട്ടും ചുരിദാറും നിന്റെ മുഖത്തെ ആകർഷകമാക്കി മാറ്റുന്ന മേക്കപ്പും ലിപ്സ്റ്റിക്കും എന്നേക്കുമായി നിന്നിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നവർ നീ ധരിച്ച വസ്ത്രം അറുത്ത് മുറിച്ചു മാറ്റും. നീ മുഖത്തണിഞ്ഞിരിക്കുന്ന വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അവർ കഴുകിക്കളയും. നീ അന്നണിഞ്ഞ ആ മോടി വസ്ത്രങ്ങൾ അന്ന് നിന്നെ ആകർഷകമാക്കുകയില്ല. നീ ഏറെ കൊതിയോടെ പുരട്ടിയ നിന്റെ മുഖത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിനക്ക് ഉപകാരപ്പെടുകയില്ല. അത് വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നതാണ്, കഴുകിക്കളയുമെന്നർത്ഥം. എന്നിട്ട് നീ ജീവിതകാലത്ത് അണിയാൻ ധരിക്കാൻ വിസമ്മതിച്ച, വൈമനസ്യം കാണിച്ച, നീ പള്ളിയിൽ മാത്രം സ്വീകരിച്ച, മുസല്ലയിൽ മാത്രം സ്വീകരിച്ച ആ വസ്ത്രമുണ്ടല്ലോ, ഹിജാബ്, അത് അവർ നിന്നെ അണിയിക്കും, അവർ നിന്നെ ധരിപ്പിക്കും. അവർ നിന്നോട് ചോദിക്കില്ല ഇത് നിനക്കിഷ്ടമായോ, കളർ ഇഷ്ടമാണോ, വലിപ്പം ശരിയായിട്ടുണ്ടോ. അവർ നിന്റെ അനുവാദം ചോദിക്കില്ല. കാരണം അനുവാദം ചോദിക്കാൻ നീ അന്ന് ജീവനോടെ ഇല്ലല്ലോ. ജീവനറ്റ ശരീരമല്ലേ. അല്പ ദിവസങ്ങൾക്ക് ശേഷം പുഴുവരിക്കാൻ പോകുന്ന, യാതൊരു കഴിവും ശക്തിയുമില്ലാത്ത വെറും ശവമായി മാത്രമായി മാറുന്ന നീ എങ്ങനെയാണ് അനുവാദം നൽകുക? അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നീ മടങ്ങുന്നത് നീ അത്രയേറെ വെറുപ്പോടെ അണിഞ്ഞിരുന്ന ആ വസ്ത്രം, ആ ഹിജാബിൽ പുതപ്പിച്ചുകൊണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്റെ സഹോദരിമാരെ, നിങ്ങളത് ശ്രദ്ധിക്കണം. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. ചില സ്ത്രീകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അവർ നഗ്നകളാണ്. ലാ യദ്ഖുൽനൽ ജന്ന. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദ്ന റീഹഹ. ആ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ, അതുപോലും അവർ ആസ്വദിക്കുകയില്ല. ആരാധനാവേളകളിൽ മാത്രം മുസ്ലിമാവുകയും ആഘോഷവേളകളിൽ അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ആരെ കബളിപ്പിക്കാനാണ്? നിന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുന്നവർ ആരും നിന്റെ ഖബറിലേക്ക് കൂട്ടിനുണ്ടാകില്ല. അവിടെ നീ അള്ളാഹുവിനെ അനുസരിച്ചോ ഇല്ലയോ എന്നത് മാത്രമാണ് ചോദ്യം. നീ തനിച്ചാണ് മറുപടി പറയേണ്ടത്. നീ നിന്നെ സുഖിപ്പിച്ചിരുന്ന ആരും അവിടെ നിനക്ക് കൂട്ടിയില്ല എന്നത് സഹോദരി നീ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഈ ഒരു വേള, ഈ ഒരു രംഗം ഓരോരുത്തരും സ്വയം ആസ്വദിക്കേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ജീവനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിന്റെ മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ്, മറ്റൊരാൾ നിന്നെ ഹിജാബ് അണിയിക്കുന്നതിന് മുമ്പ് സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ തൃപ്തിക്കായി ആ വസ്ത്രം അണിയാൻ നീ തയ്യാറാണോ? ഇതാണ് നീ ചിന്തിക്കേണ്ടത്. ഈ ലോകത്തെ ലൈക്കുകളും നോട്ടങ്ങളും നാളെ പരലോകത്ത് നിനക്ക് ശാപമായി മാറാതിരിക്കട്ടെ. പള്ളിയിലെ റബ്ബ് തന്നെയാണ് പുറത്തുമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ വസ്ത്രധാരണത്തെ അള്ളാഹുവിനുള്ള ഒരു ആരാധനയാക്കി മാറ്റുവാൻ സഹോദരി നിനക്ക് സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.